666 എന്ന നമ്പർ എപ്പോഴും കാണാറുണ്ടോ? ഇത് പേടിക്കേണ്ട ഒരു നമ്പറാണോ? നമസ്കാരം, മാനിഫെസ്റ്റ് വിത്ത് അനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ സമയം നോക്കുമ്പോഴും അതുപോലെ തന്നെ വണ്ടികളുടെ നമ്പർ കാണുമ്പോഴും അല്ലെങ്കിൽ ബുക്കുകളിലൊക്കെ സ്ഥിരമായിട്ട് ചില അക്കങ്ങൾ കാണാറുണ്ടല്ലേ? അതാണ് 222, 555, 666 എന്ന നമ്പറുകൾ. അതിൽ പലരെയും പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ സംശയം ഉണ്ടാക്കുന്ന ഒരു നമ്പറാണ് 666 എന്നത്. പല സിനിമകളിലും അതുപോലെ തന്നെ കഥകളിലും ഇതൊരു നെഗറ്റീവ് നമ്പറായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. എന്നാലേ ലോ ഓഫ് അട്രാക്ഷനില് ഏഞ്ചൽ നമ്പറുകളില് ഈ 666 എന്നതിന് വളരെ മനോഹരമായിട്ടുള്ള അർത്ഥങ്ങളാണുള്ളത്. ഇത് നമ്മൾ സംസാരിക്കുന്നത് 666 എന്ന നമ്പറിലൂടെ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന യഥാർത്ഥ സന്ദേശങ്ങൾ എന്തെന്നൊക്കെയാണ്. എന്താണ് 666? നമുക്ക് നോക്കിയാലോ. നിങ്ങൾ എവിടെയെങ്കിലും 666 കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ജീവിതമേ ഒരു ബാലൻസ് ഇല്ലാതെ മുന്നോട്ട് പോകുന്നു എന്നാണ്. ഒരു പക്ഷേ അമിതമായിട്ടുള്ള ജോലിയിൽ മാത്രം ശ്രദ്ധിക്കുന്നുണ്ടാകാം. അതും അല്ലെങ്കിൽ പണത്തെക്കുറിച്ച് ഓർത്ത് അമിതമായ ഉത്കണ്ഠയാവാം, അല്ല ഹെൽത്തിനെ കുറിച്ചിട്ടുള്ള അമിതമായ ഉത്കണ്ഠയാകാം, അല്ല കുടുംബജീവിതത്തിനെ കുറിച്ചുള്ള ഉത്കണ്ഠകളാകാം. നിങ്ങളുടെ ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്കും മനസ്സിന്റെ സമാധാനത്തിനും നിങ്ങൾ സമയം നൽകുന്നില്ല എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ഭൗതികമായ കാര്യങ്ങളും അതുപോലെ തന്നെ ആത്മീയമായ കാര്യങ്ങളും തമ്മിൽ ഒരു ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടി പ്രപഞ്ചം നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. നമുക്ക് നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കാം. നെഗറ്റീവ് ചിന്തകളിൽ നിന്നുള്ള ഒരു മോചനം, അതായത് 666 കാണുന്ന സമയത്ത് നിങ്ങളുടെ ചിന്തകൾ എവിടെയാണ് എന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ എൻ്റെ കയ്യിൽ പണമില്ല, എനിക്ക് ജോലി ലഭിക്കുന്നില്ല എന്നിങ്ങനെയുള്ള കുറവുകളെ കുറിച്ചാണോ ചിന്തിക്കുന്നത് എന്ന് നോക്കുക. എങ്കിൽ ആ ചിന്തകൾ മാറ്റാൻ സമയമായി. നിങ്ങൾ ഭയപ്പെടുന്ന കാര്യങ്ങളെ ആകർഷിക്കുന്നത് മാറ്റി നിർത്തണം എന്ന് ഏഞ്ചൽ നമ്പർ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എല്ലാം ശരിയാകും എന്ന ശുഭപ്രതീക്ഷയിലേക്ക് നമ്മളുടെ മൈൻഡിനെ നമ്മൾ ചേഞ്ച് ചെയ്യണം. ആ ചേഞ്ച് ചെയ്യാനുള്ള സിഗ്നലാണ് 666 എന്നത്. ഇത് പ്രായോഗികമായിട്ട് എങ്ങനെ ചെയ്യണം നമുക്ക് നോക്കാം. നന്ദി പറയുന്നതും അതുപോലെ തന്നെ പ്രകൃതിയുമായിട്ടുള്ള ബന്ധവും നമുക്ക് കൂട്ടിക്കൊണ്ടുവരണം. ഈ നമ്പർ കാണുമ്പോൾ നമ്മൾ ഇത്ര മാത്രം ചെയ്താൽ മതി. ഒന്ന് ശാന്തമായിട്ടിരിക്കുക. എവിടെയാണോ അവിടെ ഒന്ന് ശാന്തമായിട്ടിരിക്കാൻ, പ്രകൃതിയുമായി സമയം ചിലവഴിക്കുക. നിങ്ങളുടെ കുടുംബത്തോടൊപ്പമോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളോടോ അല്ലെ വളർത്തു മൃഗങ്ങളോടോ ഒപ്പം സമയം കണ്ടെത്തുക. ലോ ഓഫ് അട്രാക്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, നന്ദി പറയുക എന്ന് പറയുന്നത്. നിലവില് നമ്മുടെ ജീവിതത്തിലുള്ള നല്ല കാര്യങ്ങളെയൊക്കെ ഓർത്ത്, അത് ചെറിയ കാര്യങ്ങളാവാം, അതിനൊക്കെ നന്ദി പറഞ്ഞു തുടങ്ങും. അപ്പോൾ നമ്മുടെ സ്വാഭാവികമായിട്ടും വൈബ്രേഷൻ ഉയരുക. വൈബ്രേഷൻ ഉയരുമ്പം നമ്മുടെ ഭയം മാറും. അതുകൊണ്ട് ഈ 666 കാണുമ്പോൾ ഒട്ടും പേടിക്കേണ്ടതില്ല. അതൊരു ഭാഗ്യ നമ്പറാണ്. നിങ്ങളുടെ ജീവിതം ശരിയായ രീതിയിൽ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രപഞ്ചം നൽകുന്ന, സ്നേഹപൂർവ്വം നൽകുന്ന ഒരു നിർദ്ദേശമാണിത്. നമുക്ക് ഒരുമിച്ച് ഒരു അഫർമേഷൻ പറഞ്ഞാലോ. എൻ്റെ ചിന്തകൾ ഇപ്പോൾ സമാധാനത്തിലാണ്. എനിക്ക് ആവശ്യമുള്ളതെല്ലാം പ്രപഞ്ചം ശരിയായ സമയത്ത് നൽകുന്നു. റിപ്പീറ്റായിട്ട് പറയാം. എൻ്റെ ചിന്തകൾ ഇപ്പോൾ സമാധാനത്തിലാണ്. എനിക്ക് ആവശ്യമുള്ളതെല്ലാം പ്രപഞ്ചം ശരിയായ സമയത്ത് നൽകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോകൾക്ക്